ഹായ് ഓൾ, ഇന്ന് വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 3 കപ്പ് പാസ്തയാണ് വേവിക്കാൻ എടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് 3 കപ്പ് പാസ്ത നമ്മൾക്ക് വേവിക്കാനായിട്ട് ഇടാം. എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലോട്ടുള്ള ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. ചിക്കനും വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു മസാലയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തതും, പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ 1 കപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അത് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി, വല്ലാതെ ഉടഞ്ഞു പോകണ്ട. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഈ വെജിറ്റബിളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് വന്നിട്ടുള്ള പാസ്ത വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസാണ്. അതിലോട്ട് 6 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 6 ടീസ്പൂൺ തന്നെ മൈദയും ഇട്ട് കൊടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം 2 കപ്പ് പാല് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾക്ക് ഇത് കിട്ടണം. അതുവരെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് കട്ടിയായിട്ട് വരും. ഇതേപോലെ കുറുകി വരുന്നുണ്ട്. ഇനി എരിവിനാവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം സോസിലോട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉപ്പാണ് ഇടേണ്ടത്. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഈ സോസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സോസിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് ഇളക്കി കൊടുക്കാം. ശേഷം പാസ്തയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റോളം സ്റ്റവ് ഓണാക്കി തന്നെ വെക്കാം. ഇപ്പോൾ അവിടെ പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്.